നമ്മളെ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം നമ്മൾ ഈ ഒരു പുഞ്ചക്കര പാടത്തിങ്ങനെ നിൽക്കുന്നതും പിന്നെ അത് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പരുമല പള്ളിയിൽ പോകുന്നുണ്ട്. പള്ളിക്കകത്ത് കയറുന്നതിൻ്റെ വീഡിയോയൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പുറത്ത് നിന്നും കൊണ്ട് ചെറിയൊരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല നമ്മളിവിടെ വന്നത് എന്തിനാണെന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മളിവിടെ നിൽക്കുമ്പോൾ ചെറിയ ചെറിയ പൂക്കളാണെങ്കിലും പിന്നെ ഈ ഒരു വയലിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നിൽക്കുമ്പോഴല്ല നല്ല തണുത്ത കാറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ണിനും മനസ്സിനുമൊക്കെ നല്ലൊരു കുളിർമ കിട്ടും കേട്ടോ. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക്. പിന്നെ ഈ ഒരു വയലിലാണെന്നുണ്ടെങ്കിൽ കുറേ താറാവിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു താറാവ് ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടത്തോടെ ഓടുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ നിൽക്കുമ്പോൾ കാണാനും നല്ലൊരു ഭംഗിയുണ്ട്, മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മളിവിടെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നതല്ലല്ലോ, പെട്ടെന്ന് എടുത്തിട്ട് തീരുമാനത്തിൻ്റെ ഇതിൽ നമ്മൾ വന്നതാണ്. ചേച്ചീനെ അർജൻറ്റായിട്ട് നമുക്ക് കാണണമായിരുന്നു. അങ്ങനെ കണ്ട് സംസാരിച്ച് അമ്മയുടെ അടുത്ത് പോയപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സ്നേഹവും പിന്നെ ഒരു കെട്ടിപ്പിടിക്കുന്നത് നമ്മളെ ഉമ്മ വയ്ക്കുന്നത് അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണല്ലോ. അതേ ഒരവസ്ഥ തന്നെയായിരുന്നു ചേച്ചിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ പരുമല പള്ളിയിൽ വന്ന് ഞങ്ങൾ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് മാത്രമല്ല നമ്മൾ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തുനിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലുള്ള ചിലപ്പോൾ ആരെങ്കിലും നമുക്ക് കാണേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ കാണാനായിട്ട് വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ചാനൽ മുന്നോട്ടൊരു ജോലിയായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിന്ന് ഞാനൊരു വരുമാനം മേടിക്കുന്നുണ്ട്. മാസം വരുമാനം ഞാൻ ഇതെന്തെങ്കിലും വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരും വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് എനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴല്ലെങ്കിൽ ഞാൻ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് എനിക്കൊരു കോൾ എന്നെ വിളിച്ചിട്ട് പിന്നെ ഇത്രയും നാൾ നമ്മൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ വീട്ടിനകത്തായിരുന്നു അടുക്കളയിൽ. കാരണം ഈ കുറേ ആൾക്കാർ വിചാരിക്കണം എന്താണെന്നറിയോ, ഒരു പെണ്ണ് എപ്പോഴും അടുക്കളയിൽ തന്നെ തളയ്ക്കപ്പെട്ട് അടുക്കളയിൽ തന്നെ ഇരിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, പിന്നെ പുറത്തിറങ്ങരുത്, നമുക്കെങ്ങും പൊക്കൂടാ, നമുക്കൊരു സ്ഥലത്ത് പൊക്കൂടാ, ആരെയും കണ്ടുകൂടാ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പം നമ്മളൊരു ജോലി ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ ആൾക്കാരെ നമ്മൾ കാണത്തില്ലേ, ആൾക്കാരായിട്ട് മിണ്ടത്തില്ലേ, ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ പോകൂലേ. അതുപോലെ തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകണം, അവിടെ ആൾക്കാരില്ലേ, ഒരു ബസ്സിൽ കയറുന്ന ആൾക്കാരില്ലേ. അപ്പോൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചും കൊണ്ട് ഓരോരോ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോഴും നമ്മൾ ഈ ഒരു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോഴത്തേക്ക് മൈൻഡ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് നമ്മളെ സ്നേഹിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തള്ളിക്കളഞ്ഞ് പോകുന്നതിനനുസരിച്ച് നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ നമ്മളെ ഫോൺ വിളിച്ചിട്ടൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില മറുപടികൾ നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ അവർക്കുള്ള മറുപടി ഈ ഒരു വീഡിയോയുടെ കൂടെ കൊടുത്തത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെന്തായാലും നമ്മളെ വീഡിയോ കാണുമല്ലോ, അപ്പോൾ അത് മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇട്ടത് കേട്ടെന്ന് വെച്ചാൽ ഒട്ടും എനിക്ക് സമയം ഇല്ലായിരുന്നു. ഇതിനിടയ്ക്കായിട്ട് നമ്മൾ അത്യാവശ്യപ്പെട്ട കുറേ കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നതിനെ കൊണ്ട് അതിനൊന്നും എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ നേരത്തെ തന്നെ നമ്മൾ ബീൻസ് പയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്ലാബിൻ്റെ മുകളിലിട്ട് കട്ട് ചെയ്തെങ്കിൽ അവിടെ ക്ലീൻ ചെയ്തിട്ടാണ് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ കൂടെ വലിയ സവോളയുടെ ഒരു പകുതി അരമുറി സവോള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഇതിലിപ്പോൾ കുറച്ച് ഉപ്പുനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു തോരത്തിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കഷ്ണം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറിയ ഉള്ളി, ജീരകം, പിന്നെ കാന്താരി മുളക്, പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് തേങ്ങ. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് ഈ ഒരു തോരത്തിൻ്റെ കൂട്ടൊക്കെ അരച്ച് ചേർത്തൊക്കെ എടുത്തിരിക്കുന്നത്. ഒത്തിരി അങ്ങ് അരച്ച് പേസ്റ്റായി പോകരുത്. അപ്പോൾ എന്നിട്ട് നമ്മൾ കടുക് വറുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തട്ടിപ്പൊത്തിയൊക്കെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണേ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ചേർക്കല്ലേ, വെള്ളം നമ്മൾ ഈ ഒരു സവോളയിൽ നിന്നും പയറിൽ നിന്നൊക്കെ തന്നെ വെള്ളം അങ്ങ് ഇറങ്ങിക്കോളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ആവിയിൽ വേണം ഇതിനൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. നമ്മളല്ലാതെ വെള്ളം ചേർക്കുകയാണെങ്കിൽ കുഴഞ്ഞു പോകുന്ന ആ ഒരു മാതിരിയിലൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നല്ലതുപോലെ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്തത് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഗ്യാസിൻ്റെ അടുപ്പ് എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. ഈ ഒരു അടുപ്പ് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലേ. എന്ന് വെച്ചാൽ ഇത് നമ്മളല്ല പോയി മേടിച്ചത്, നമുക്കൊരാൾ മേടിച്ചുകൊണ്ട് തരുവാണ് ചെയ്തത്. ഇത് മേടിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു 10 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. പിന്നെ ക്ലീനായിട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴപ്പോഴും ഇപ്പം തന്നെ തോരൻ വെച്ച് കഴിയുമ്പോൾ തന്നെ അപ്പോഴേ കൂടെ തന്നെ അങ്ങ് കൂടെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. തുണി നനച്ചിട്ട് അപ്പോഴപ്പോഴും തുടച്ചങ്ങ് മാറ്റും. പിന്നെ 2-3 ദിവസം കൂടുമ്പോഴത്തേക്ക് സോപ്പിട്ട് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഗ്യാസിൻ്റെ അടുപ്പ് എപ്പോഴും നല്ല പാത്രങ്ങൾ തിളങ്ങുന്ന കണക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്.
പിന്നെ നമ്മൾ ഈ ഒരു ചട്ടി കണ്ടിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് തിരക്കിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മേടിക്കാൻ ചെന്ന സ്ഥലത്തൊന്നും അവർക്ക് എങ്ങും ഈ ഒരു ചട്ടി കിട്ടിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒത്തിരിയായിട്ട് കൊണ്ടിട്ട് വിൽക്കുന്ന അവരുടെ കയ്യിൽ കാണത്തില്ല. കുന്നോളം കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടിട്ട് വിൽക്കുമല്ലോ, മൺചട്ടി മൺകലമൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചാൽ മതി, അവരിൽ കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നാൽ അവർ പിന്നീട് അടുത്ത ട്രിപ്പ് പോയി സാധനമൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ചട്ടി അവർ കൊണ്ടുതരും. പിന്നെ ഇപ്പം തന്നെ നമ്മൾ ഈ ഒരു ചട്ടിയിൽ തോരൻ വെച്ചെങ്കിലും ഒട്ടും കരിഞ്ഞു പോവേ അടുക്കി പിടിക്കും അങ്ങനെ ഒന്നുമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ പാകപ്പെടുത്തി എടുക്കാനും പറ്റും. ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് ഞാനിവിടെ ഏറ്റവും കൂടുതൽ മീൻ വറുക്കാനാണെങ്കിലും മുട്ട പൊരിക്കാനും വിഴുക്ക് പുരട്ടാനും ഒക്കെ നേരത്തെ നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. നല്ല മെഴുമഴായിരിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ചട്ടി മേടിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇതിനകത്ത് മീനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് അടുക്കി പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണേ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇനിയിപ്പോൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അടച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഈർപ്പൊന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടപ്പെടുത്ത് ഇങ്ങനെ അടയ്ക്കുമല്ലോ, അടയ്ക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം, ഒരു ലേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശകലം ഒന്ന് തുറന്ന് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ അടച്ച് വെച്ചാൽ അതിനകത്ത് വെള്ളത്തിൻ്റെ ഈർപ്പം വന്ന് നിൽക്കുക. അപ്പോൾ അങ്ങനെ വീഴാതിരിക്കാനാണ്. പിന്നെ നമ്മളെ വീഡിയോ ഇന്നത്തെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, 2-3 വീഡിയോ ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടത്. എന്നും നമ്മൾ വീട്ടിലുള്ള പാചകവും പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളും പൂച്ചയുടേത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. പിന്നെ പുറത്തോട്ട് അങ്ങനെ അധികം പോവാത്തതിനെ കൊണ്ട് എടുക്കാനായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ പോവേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താമെന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ചേർത്തും കൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിലും ആ വീഡിയോയൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തും. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ചോറ് വയ്ക്കാൻ അധികം വിറക് വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചല്ലോ. വിറക് വെച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ മൺകലത്തിൽ വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിരട്ടയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ തീയൊക്കെ ഒന്ന് കത്തി കിട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെള്ളം തിളച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അധികം വിറവിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അകത്താകുമ്പോഴത്തേക്ക് നമുക്ക് ചിരട്ട ഇടാൻ പറ്റത്തില്ലല്ലോ, പുറത്താകുമ്പോൾ കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറക്കിയൊക്കെ വെച്ച് കൊടുക്കും. അകത്താകുമ്പോഴത്തേക്ക് നമുക്കെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ കരിയൊക്കെ പിടിച്ച് അത് വൃത്തികേടായിട്ട് എനിക്കങ്ങനെ തോന്നുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും. അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അകത്തൊക്കെ ഇട്ട് നമ്മൾ വേവിക്കാറൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടും കിളികളും കാക്ക എന്തെങ്കിലുമൊക്കെ വരെയും പോവുകയൊക്കെ ചെയ്യുന്നതൊക്കെ കാണാം, ഒരു കാറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെന്നിത്തല പോയതിൻ്റെ ആ വീഡിയോ, പരുമല പള്ളിയും നമ്മളെ കാഴ്ചകളും നമ്മളെ പ്രകൃതിയും നമ്മളെ കുക്കിങ്ങും ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു ചാനലിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടു പോകരുത്. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടെന്നറിയാം. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഇനിയും മുന്നോട്ട് നമുക്ക് വേണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ.